ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. 1 യോഹന്നാൻ 2:17. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. മാറ്റമില്ലാത്ത ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിരന്തരം സൂക്ഷിക്കണം. അദൃശ്യ പോരാട്ടത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ മനസ്സിനെ അജ്ഞതയിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയത്വം പുലർത്തണമെന്നും തന്നിൽ തന്നെ ആശ്രയിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൽ മാത്രം നിലനിൽക്കാതെ നമ്മുടെ മനസ്സിനെ അന്ധകാരമാക്കുന്ന, അജ്ഞതയിലേക്ക് നയിക്കുന്ന തെറ്റായ വഴികളിൽ നിന്ന് നമ്മൾ എങ്ങനെ വിമോചനം പ്രാപിക്കണമെന്നും അങ്ങനെ വിമോചനം പ്രാപിക്കേണ്ടത് ഈ യാത്രയിൽ ആവശ്യമാണെന്നും പറഞ്ഞു തരികയാണ്. അങ്ങനെ മനസ്സിനെ അജ്ഞതയിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന 2 മാർഗങ്ങൾ, മനസ്സിന്റെ വ്യക്തത കൈവരിക്കുന്നതിന് 2 മാർഗങ്ങളുണ്ട്. പ്രഥമവും പ്രധാനവുമായത് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്റെ സ്വർഗീയ പ്രകാശം ചൊരിയാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ നിറയപ്പെടാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണം. നാം ദൈവത്തെ മാത്രം അന്വേഷിക്കുകയും നമ്മുടെ പരിചയസമ്പന്നരായ ആത്മീയ പിതാക്കന്മാരുടെ ഉപദേശങ്ങൾക്ക് സ്വയം വിധേയരായിക്കൊണ്ട് അവരോട് ആലോചിച്ച് മാത്രമെല്ലാം ചെയ്യുകയും എല്ലാറ്റിലും ദൈവ തിരുഹിതം മാത്രം അനുസരിക്കുന്നതിന് യത്നിക്കുകയും ചെയ്താൽ നിശ്ചയമായും ഇത് സാധിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. 2-ാമത്തെ മാർഗത്തെക്കുറിച്ച് പറയുന്നത് നന്മയും തിന്മയും ഏതെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നതിനായി വസ്തുക്കളെ എപ്പോഴും പരിശോധിക്കുന്നതും അവയിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതുമാണ്. ലോകവും ഇന്ദ്രിയങ്ങളും വിധിക്കുന്നത് പോലെയല്ല നാം വസ്തുതകളെ അല്ലെങ്കിൽ വസ്തുക്കളെ, കാഴ്ചകളെയൊക്കെ വിലയിരുത്തേണ്ടത്. അതിന് അപ്പുറമായിട്ട് നന്മയും തിന്മയും ഏതെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ പുസ്തകം നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു തരുന്നത്. ഈ പരിശോധനയും അറിവിന്റെ ആഴപ്പെടലും ശരിയാണെങ്കിൽ അന്ധവും നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ലോകം സ്നേഹിക്കുന്നതും അന്വേഷിക്കുന്നതുമായ എല്ലാറ്റിനെയും പൂർണ്ണ ഹൃദയത്തോടെ നാം വിലകെട്ടതും കപടവുമായി കണക്കാക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നിശ്ചയമായും നമുക്ക് സാധിക്കും. ഈ ലോകത്തിന്റെ സമ്പത്തും സന്തോഷങ്ങളും ബഹുമതികളുമെല്ലാം മായയും ആത്മാവിന്റെ മരണത്തിലേക്ക് നയിക്കുന്നവയുമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അപ്പോൾ നമുക്ക് ബോധ്യമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല, പൂർണ്ണമായി നമ്മൾ ഒറ്റയടിക്ക് വിജയിക്കണമെന്നില്ല. പക്ഷേ സനാതനമായ നിത്യസത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അവയോട് നമ്മുടെ ഹൃദയത്തെ തുറക്കുകയാണ്. തീർച്ചയായും പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഈ ചിന്തകൾ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു തരുന്നത് നിരവധി കോട്ടകൾ കീഴടക്കുന്നതിനും ശക്തരും സായുധരുമായ സേനകളെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള ശക്തി നമുക്കുണ്ടാകാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്, എന്തിനു മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും നാം ശക്തിയുള്ളവരാകാം. എന്നാൽ ഇവയെക്കാളും പ്രശംസാർഹമാണ് ഒരു വ്യക്തി അയാളുടെ തെറ്റായ പ്രവണതകളെയും ആസക്തികളെയും കീഴടക്കുന്നത്. അത് എത്ര നിസ്സാരമാണെങ്കിലും വലിയ ആത്മീയ സത്യങ്ങൾ പകർന്നു നൽകുകയാണ്. നമുക്ക് എളിമയോടെ പരിശ്രമിക്കാം, പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം തേടാം. ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ.